So guys, welcome to another vlog of Mallu in Maple. So guys, ഇവിടെ സ്പ്രിംഗ് ബ്രേക്ക് ആണ്. സോ എല്ലാവരും വെക്കേഷൻ പോകുന്നതുകൊണ്ട് ഞാനും ഓർത്ത് വന്ന് വെക്കേഷൻ പോയാലോ. അങ്ങനെ നമ്മൾ മോൺട്രിയലിൽ നിന്ന് സെൻറ്റ് തോമസ്, ഒൻറ്റാരിയോയിലുള്ള സെൻറ്റ് തോമസിലോട്ട് പോകും. സോ നമുക്ക് യാത്ര തുടങ്ങിയാലോ. ലെറ്റ്സ് ഗോ. സോ ഇതാണ് ഗൈസ് നമ്മൾ ഇപ്പോൾ ആദ്യം വന്ന സ്റ്റോപ്പ്. സോ നമ്മൾ ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങും. സോ ബി വിത്ത് us, enjoy the trip guys, love you all. ഇത് നിങ്ങൾ കാണുന്നത് താഴെ വെള്ളവും ഐലൻഡ്സും ഒക്കെയാണ്. അതിൻ്റെ മേളിൽ കൂടെ കെട്ടിയ ബ്രിഡ്ജാണിത്. സോ നമ്മൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. സോ ഗൈസ് നമ്മളിപ്പം മോൺട്രിയലിൽ നിന്ന് മോൺട്രിയൽ ടൊറൻറ്റോ റോഡിലോട്ട് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഓട്ടോ റൂട്ട് 20 ആണ് ഈ റോഡിൻ്റെ നമ്പർ. സോ ഗൈസ് നമ്മളിപ്പം കിങ്സ്റ്റൺ എത്തി. സോ ഇനിയും നമുക്ക് 4 hours 12 minutes ആണ് കാണിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 464 kilometers ഇനിയും ഉണ്ട്. സോ എക്സ്പെക്റ്റഡ് ടൈം കാണിക്കുന്നത് 7:26 ആണ്. പക്ഷെ എന്നാലും എനിക്കൊന്ന് അതിനേക്കാളും ലേറ്റ് ആവും. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ നിർത്തി ഒക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഇപ്പം കാണാൻ മാത്രമായിട്ടൊന്നുമില്ല. ഇത് ഇരുട്ടാണ്, കംപ്ലീറ്റ്ലി ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഒന്നും കാണാനില്ല. ഹേ ഗൈസ്, നമ്മളിപ്പോൾ പാറ്റിസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. സോ വി ആർ മൂവിങ് അഹെഡ് ടു ടൊറാൻറ്റോ. സോ നമ്മളിപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പിന്നെ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പം നമ്മൾ ഏകദേശം ടൊറൻറ്റോ എൻ്ററായി. രാത്രി 11:30 ആയപ്പോൾ സ്റ്റാർട്ടായതാണ്. ഇപ്പോൾ സമയം 7:39 ആയി. നല്ല ടയേർഡാണ്. ഇടയ്ക്ക് നമ്മൾ സ്റ്റോപ്പൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ആ ടയർഡ്നെസ് ഉണ്ട് ഇത്രയും ദൂരം ഓടിച്ചതിന്. ഇനിയും 2 hours 10 minutes ഉണ്ട്. പക്ഷെ നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി ഒരു സ്റ്റോപ്പും കൂടെ എടുക്കും. കാരണം കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ഒന്നും പറ്റത്തില്ല. സോ നിങ്ങളാണെങ്കിലും ഇനിയും ടൊറൻറ്റോയിലോട്ട് വരുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒണ്ടാരിയോ റീജിയനിലോട്ട് വരുന്ന ആൾക്കാരാണ്, മോൺട്രിയൽ അല്ലെങ്കിൽ മോൺട്രിയലിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഫ്രീക്വൻറ്റ് സ്റ്റോപ്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസീനസ്
പിന്നെ കാലുവേദന ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഫ്രീക്വൻറ്റ് സ്റ്റോപ്സ് എടുത്തിട്ട് വേണം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ മേടിച്ചു, ഇനി കാപ്പിയും കുടിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യുകയാണ്. ഹേ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിൽസൺബർഗ് എത്തി. ഇനി ഒരു 27 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട്. ഒരു 43 കിലോമീറ്റേഴ്സ് കവറും ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഈ സമയം കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ളത്. നേരത്തെ പറഞ്ഞാൽ സെൻറ്റ് തോമസ് തന്നെയാണ്, പക്ഷേ അവിടെ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, മിസ്റ്റർ അനിൽ പൊന്തക്കൻ. സോ അങ്ങനെ കാണാൻ അങ്ങേരെ ഫാമിലിയും കാണാനാണ് പോകുന്നത്. അവർ നമ്മുടെ കൂടെ മോൺട്രിയലിലുണ്ടായിരുന്നു. സോ അവർ ഇങ്ങോട്ട് മൂവ് ആയതാണ്. സോ അവരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അവർ തൃശ്ശൂർകാരാണ്. പിന്നെ അനിലുണ്ട്, അനിലിൻ്റെ വൈഫുണ്ട് സൈജി. പിന്നെ അവർക്ക് 3 പിള്ളേരുണ്ട്. നമുക്ക് അവരെ എല്ലാവരെയും പരിചയപ്പെടാം അവിടെ എത്തിക്കഴിയുമ്പോൾ. So stay tuned for more. അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് നമ്മൾ അവരുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. നമ്മളവരെ വിളിച്ച് അറിയിച്ചു. ഇപ്പം സോ മോസ്റ്റ് പ്രോബബ്ലി അനിൽ പൊന്തയ്ക്കനും പിള്ളേരും ഒക്കെ നമ്മളെ റിസീവ് ചെയ്യാൻ താഴെ കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ അവരെ പരിചയപ്പെടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പൊ ഓക്കെയാണോ? ഇതാരേത്? ഹലോ പറയണം. ഹലോ. ഇതാണ് പൊന്തക്കൻ, അനിൽ പൊന്തക്കൻ ആൻഡ് ഫാമിലി. ഹലോ പറയണം. ഓ കൊണ്ടുപോവോ? സോ ഗൈസ്, നമ്മൾ അങ്ങനെ സെൻറ്റ് തോമസിലെത്തി. സോ നല്ല ടയേർഡാണ്. ഇനി പോയി ഒന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കണം. ഗൈസ്, ഇന്ന് നമ്മൾ സെയിൻറ്റ് തോമസിൽ നമ്മളിവിടെ വസാഗ ബീച്ചിലോട്ട് പോകും. ഈ വസാഗ ബീച്ച് വരാൻ കാരണം വേൾഡിലേക്കും ദിസ് ഇസ് ദ ഓൺലി ഫ്രഷ് വാട്ടർ ബീച്ച്. സോ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. പിന്നെ വരുന്ന വഴിക്ക്
ശരിക്കും ഇത് കാണാൻ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല കാഴ്ചയാണ് കാണാൻ. ഇവിടെ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു നേച്ചർ ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് കാണാം. സോ നമുക്കിവിടെ കാണാം ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇതുപോലെ ടെൻറ്റൊക്കെ കെട്ടി അവർ എൻജോയ് ചെയ്യുന്നത് കാണാം. ഇത് ഏകദേശം ഒരു 14 കിലോമീറ്റർ സ്ട്രെച്ചുള്ള ഒരു ബീച്ചാണ്. ഏകദേശം നമ്മളിപ്പം ഒരു 4 to 4 hours ജേർണി കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വസാക വന്നിരിക്കുന്നത്. നോർമലി 3 hours ആണ്. പിന്നെ കൺസ്ട്രക്ഷനും റോഡ് സൈഡ് പ്രോബ്ലംസും ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോഴത്തേന് ഒരു 4 hours ആയി. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്കൊക്കെ എടുത്തായിരുന്നു. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ്സ് വർത്ത്. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ ഇത് വർത്താണ്. നിങ്ങൾ ടൊറൻഡോ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒണ്ടാരിയോയിൽ ഈ റീജിയനിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇറ്റ്സ് ഈസിലി ആക്സസിബിൾ ആണ് നിങ്ങൾക്ക്. പക്ഷെ ഡ്രൈവ് ചെയ്യാനുള്ള പേഷ്യൻസ് വേണം, അതാണ് മെയിൻ. പിന്നെ ഇവിടെ കൂടുതലും നമുക്ക് ഇന്ത്യൻസിനെ കാണാം, പിന്നെ ബാക്കിയുള്ള നാഷണാലിറ്റീസിനെ കാണാം. പക്ഷേ ഇഷ്ടം പോലെ നമുക്ക് ഇന്ത്യൻസിനെ കാണാം ഇവിടെ ഒസാക്കയിൽ വരാം. ഒണ്ടാരിയോയിലെ ജോർജിയൻ ബേയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാസക് ബീച്ച് ലോകത്തിലെ ഏറ്റവും നീളമേറിയ ശുദ്ധജല ബീച്ചായി അറിയപ്പെടുന്നു. ഏകദേശം 14 കിലോമീറ്റർ മൃദുവായ മണലും ആഴം കുറഞ്ഞ ചൂടുള്ള വെള്ളവും വ്യാപിച്ചു കിടക്കുന്നു. ഇത് പ്രതിവർഷം 20 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുന്നു. 6 പ്രധാന ബീച്ച് ഏരിയകൾ ഉൾക്കൊള്ളുന്ന വാസക് ബീച്ച് പ്രൊവിൻഷ്യൽ പാർക്കിന്റെ ഭാഗമാണിത്. നിരവധി അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ബീച്ച് 1 ഏറ്റവും ഉന്മേഷദായകമാണ്. റെസ്റ്റോറന്റുകൾ, ബാറുകൾ, സീസണൽ വിനോദം എന്നിവയാൽ നിറഞ്ഞതാണ്. അതേസമയം 5, 6 അല്ലൻവുഡ് ബീച്ചുകൾ ശാന്തവും കുടുംബ സൗഹൃദപരവുമായ അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്നു. 50 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള മനോഹരമായ ഹൈക്കിംഗ്, സൈക്ലിംഗ് പാതകൾ, പക്ഷിനിരീക്ഷണത്തിനുള്ള അവസരങ്ങൾ, കനോയിംഗ്, കയാക്കിംഗ്, മീൻപിടുത്തം എന്നിവയ്ക്കായി നോട്ടവാസക് നദിയിലേക്കുള്ള പ്രവേശനം എന്നിവ പാർക്കിൽ ഉണ്ട്. 1812 യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്നതും സ്കൂൾ HMSNCയുടെ കഥ പറയുന്നതുമായ നാൻസി ഐലൻഡ് ഹിസ്റ്റോറിക് സൈറ്റ് ചരിത്രപ്രേമികൾക്ക് സന്ദർശിക്കാം. ഇത് ഈ ജനപ്രിയ വേനൽക്കാല വിനോദയാത്രയ്ക്ക് ഒരു സാംസ്കാരിക മാനം നൽകുന്നു. സോ ഡിന്നറിനുള്ള പ്ലാൻ മിക്കവാറും ഒന്നെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ പിന്നെ പിസ്സ. ലണ്ടനിലാണ് കൂടുതലും മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉള്ളത് അല്ലേ? അവിടെയാണോ വസാകാന്ന് എഴുതിയിട്ടുള്ളത്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാണ്ട് നമുക്കൊന്ന് പുറത്തോട്ട് ഇവിടെ ഓൾറെഡി അവർ പറഞ്ഞായിരുന്നു മെയിൻ്റനൻസ് എങ്ങാണ്ട് സോ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പോയി കഴിക്കും അല്ലേ? യെസ്
യെസ്. Extremely odd. തീരത്തിനപ്പുറം മനോഹരമായ പ്രകൃതി പാതകൾ, പൈൻ വനങ്ങൾ, നോട്ടവാസക് നദി എന്നിവയാൽ ചുറ്റപ്പെട്ട വാസക് ബീച്ച് ഹൈക്കിംഗ്, കയാക്കിംഗ്, പക്ഷിനിരീക്ഷണം എന്നിവയ്ക്ക് അനുയോജ്യമാക്കുന്നു. ബീച്ച് ടൗൺ അന്തരീക്ഷത്തിന് ഉജ്ജ്വലമായ ആകർഷണം നൽകുന്ന സീസണൽ ഉത്സവങ്ങൾ, ഔട്ട്ഡോർ മാർക്കറ്റുകൾ, കമ്മ്യൂണിറ്റി പരിപാടികൾ എന്നിവയും ഈ പട്ടണത്തിൽ നടക്കുന്നു. നിങ്ങൾ വെയിലിൽ കുളിക്കുകയാണെങ്കിലും, നൊസ്റ്റാൾജിയ നിറഞ്ഞ വേനൽക്കാല സൗണ്ട് ട്രാക്ക് ആസ്വദിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ മനോഹരമായ പുറം കാഴ്ചകൾ പര്യവേക്ഷണം ചെയ്യുകയാണെങ്കിലും, വർഷം തോറും സന്ദർശകരെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന സമാധാനത്തിന്റെയും ആവേശത്തിന്റെയും മിശ്രിതം വാസക് ബീച്ച് പ്രദാനം ചെയ്യുന്നു.